പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ എങ്ങനെ വയനാട്ടിൽ പോയി അടിച്ച് പൊളിച്ച് തിരിച്ചു വരാം എന്നതാണ് പരിശോധിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് വയനാട്ടിൽ നമുക്ക് കണ്ടു തീർക്കാൻ സാധിക്കുന്ന കിടിലൻ സ്പോട്ടുകൾ നമ്മൾ നടത്തിയ യാത്രയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായി അത് വിവരിച്ചു തരാൻ സാധിക്കും. ഏതു ജില്ലയിൽ നിന്ന് യാത്ര ആരംഭിച്ചാലും നിങ്ങൾ വയനാട്ടിലെ അട്ടമല ലക്ഷ്യമാക്കി വരിക. വയനാട്ടിലെ അട്ടമലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ്, ഇപ്പോൾ പുതുതായി ആരംഭിച്ച ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജിൽ നമുക്ക് പോകാൻ സാധിക്കും. പിന്നീട് അവിടെ തന്നെയുള്ള അഡ്വഞ്ചർ പാർക്ക്, അവിടെയുള്ള സിപ്ലൈൻ, അതുപോലെ സൈക്ലിംഗ്, മറ്റു അഡ്വഞ്ചർ ആക്ടിവിറ്റീസിലൊക്കെ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അട്ടമലയിലുള്ള വ്യൂ പോയിന്റ്, വൈകുന്നേരങ്ങളിൽ ആ വ്യൂ പോയിന്റ് നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആ വ്യൂ പോയിന്റ് നമുക്ക് നൽകും. അതിനുശേഷം അവിടെ നിന്നുള്ള ആക്ടിവിറ്റീസ് അഡ്വഞ്ചർ പാർക്കിലൊക്കെ പോയി നമ്മൾ ഒരു ചെറിയൊരു വാട്ടർഫാൾസ്, അട്ടമലയിലുള്ള ചെറിയൊരു വാട്ടർഫാൾസ് ഉണ്ട്, അവിടെ പോയിരുന്നു. അവിടെ പോയി ഒന്ന് നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാൻ സാധിക്കും. പിന്നീട് തിരിച്ചുള്ള യാത്രയിൽ ബോബി ചെമ്മണ്ണൂറിന്റെ 1000 ഏക്കർ നമുക്ക് കാണാൻ സാധിക്കും. അവിടെയുള്ള വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു വൺ ഡേ ട്രിപ്പാണ് നമ്മൾ നടത്തിയത്. ആ യാത്രയുടെ ഒരു കൃത്യമായ വിവരമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ. നമ്മൾ കണ്ണൂരിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. നിങ്ങൾ ഏത് ജില്ലയിൽ നിന്ന് യാത്ര ആരംഭിച്ചാലും വയനാട്ടിലെ അട്ടമല ഗൂഗിൾ മാപ്പ് ഇട്ട് വരിക. ഇവിടെ വരുമ്പോൾ തന്നെയുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നമ്മൾ ആദ്യം ലക്ഷ്യം വെച്ചത് അട്ടമലയിലെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അട്ടമലയിൽ എത്തി നമ്മുടെ വാഹനം ഇവിടെ പാർക്ക് ചെയ്തു. ഇവരുടെ ജീപ്പിലാണ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട് അട്ടമല ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ്, അതുപോലെ തന്നെ വ്യൂ പോയിന്റിലേക്ക്. മുതിർന്നവർക്ക് 300 കുട്ടികൾക്ക് 150 രൂപയുമാണ് ചാർജ് വരുന്നത്. കേരളത്തിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്ലാസ് ബ്രിഡ്ജ് ആണിത്. വയനാട്ടിലെ മറ്റു ഗ്ലാസ് ബ്രിഡ്ജുകളെ അപേക്ഷിച്ച് വേറെ ലെവൽ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് നൽകുന്നത്. അരമണിക്കൂറോളം നമ്മൾ ഇവിടെ ചെലവഴിച്ചു. നല്ല ആൾക്കാരുള്ള ദിവസമാണെങ്കിൽ 10 മിനിറ്റ് മാത്രമേ ഇവിടെ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ പോയത് അട്ടമല വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയാണ്. ഇവിടെ നിന്നും 500 മീറ്റർ നടന്നാൽ നമുക്ക് അട്ടമല വ്യൂ പോയിന്റിൽ എത്താം. മനോഹരമായ കാഴ്ചകൾ കണ്ട് സൊറ പറഞ്ഞ് പേരയ്ക്കൊക്കെ തിന്ന് ഒരു നല്ല നടത്തം. അങ്ങനെ നമ്മൾ വയനാട്ടിലെ അട്ടമല വ്യൂ പോയിന്റിൽ എത്തി. ഏകദേശം 4 മണിക്കൂറോളം ഇവിടെ കാഴ്ചകൾ കണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചിരുന്നു. അട്ടമല ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു ചെറിയ അരുവിയും വെള്ളച്ചാട്ടവും സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കുളിച്ച് ഫ്രഷായാണ് പിന്നീട് നമ്മൾ യാത്ര തുടങ്ങിയത്. അട്ടമലയിലേക്കുള്ള യാത്രയിൽ ഈ ഒരു അഡ്വഞ്ചർ പാർക്ക് റോഡ് സൈഡിലായി നമുക്ക് കാണാൻ സാധിക്കും. ബോബി ചെമ്മണ്ണൂറിന്റെ 1000 ഏക്കർ ലക്ഷ്യമാക്കിയാണ് പിന്നീട് നമ്മൾ പോയത്. ഈ ഒരു എസ്റ്റേറ്റിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു തിരിക്കുകയാണ് ചെയ്തത്.